എപ്പിസോഡ് ടാർഗറ്റ് റമദാൻ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മദ്ദിന്റെ വാവ് നമുക്കുണ്ട്, പിന്നെ കുറച്ച് വേറൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാഠം കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവാണ്. ഒന്നും അറിയാതിരുന്ന നമ്മളെ അറബി അക്ഷരങ്ങൾ തൊട്ട് പഠിപ്പിച്ച് കൂട്ടി വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതായിട്ടും ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ മദ്ദിന്റെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്ദിന്റെ അക്ഷരങ്ങൾ 3 എണ്ണമാണ്: അലിഫ്, യാ, വാവ്. മദ്ദുള്ള അക്ഷരങ്ങളെ ഒരു അലിഫിന്റെ അളവ് നീട്ടി ഉച്ചരിക്കണം. ഇതാണ് മദ്ദിന്റെ പാഠം പഠിക്കുന്ന ഒരാൾ നോട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മദ്ദിന്റെ യാ കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ മിക്സ്ഡ് ആണ്, ഇടയ്ക്ക് മദ്ദിന്റെ അലിഫ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകൂടി റിവിഷൻ ആയിരിക്കും, പഴയ പാഠം ഒന്നുകൂടി ഓർമ്മ കിട്ടാനായിട്ടുള്ള ഒരു റിവിഷനും കൂടിയിട്ടായിട്ട് നിങ്ങൾക്ക് ഇതിൽ മദ്ദിന്റെ അലിഫും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ എപ്പിസോഡ് ടാർഗറ്റ് റമദാൻ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മദ്ദിന്റെ വാവ് നമുക്കുണ്ട്, വേറൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാഠം കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവാണ്. ഒന്നും അറിയാതിരുന്ന നമ്മളെ അറബി അക്ഷരങ്ങൾ തൊട്ട് പഠിപ്പിച്ച് കൂട്ടി വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതായിട്ടും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ മദ്ദിന്റെ യാ കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ-റുമാനി. ഖുർആനിൽ ഇഷ്ടം പോലെ യാ വരാറുണ്ട്. അതിൽ മദ്ദിന്റെ യാ എങ്ങനെയാണ് ഉണ്ടാവുക, മദ്ദിന്റെ യാ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ടിപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സുക്കൂൻ ഉണ്ടായിരിക്കും ആ യായിന്. സുക്കൂനുള്ള യായിന് മുൻപുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് എന്തായിരിക്കും? കെസറായിരിക്കും. എന്തായിരിക്കും? കെസറായിരിക്കും. അതാണ് മദ്ദിന്റെ യാ എല്ലാ യാകളിൽ നിന്നും യുണീക്കായിട്ട് തിരിച്ചറിയാനായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്. മദ്ദിന്റെ അലിഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് എന്തുണ്ടാവും? ഫത്ഹ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് മദ്ദിന്റെ അലിഫാണ്. ഒരു അലിഫിന്റെ അളവിൽ നീട്ടി ഉച്ചരിക്കണം. മഫാ, മഫത്തി എന്ന് പറയരുത്, മഫാ. ഇവിടെയും അതേപോലെ തന്നെ നീട്ടണം. ദീ, ഒരു അലിഫിന്റെ അളവിൽ നീട്ടണം, അതിൽ കൂടുതൽ നീട്ടാനായിട്ട് പാടില്ല. അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ദീനി, ദാൽ, യാ, കസ്ർ, ദീ. നൂൻ, നൂനാണ്, മുകളിൽ ഒരു പുള്ളിയുണ്ട്. നൂൻ, യാ, കസർ, നീ. രണ്ടും മദ്ദിന്റെ യാ ആണ്. ദീനി, ദീനി. 2 സ്ഥലത്തും നീട്ടി. ഫീഹി, ഹിജ്ജ ചെയ്യാതെ വായിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ വായിക്കുക. കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ്, പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിജ്ജയുടെ ആവശ്യമില്ല. അതെന്റെ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഹിജ്ജ ഇല്ലാതെ വായിക്കാൻ പറ്റുമെന്നുള്ളത്. ഫീഹി, ഫാ, യാ, കസർ, ഫീ. ഹ, കസർ, ഹി. ഫീഹി. പലപ്പോഴും പിള്ളേർക്ക് തെറ്റു വരാറുള്ളത് ഈ ഫീ നീട്ടുന്ന ശ്രദ്ധയില് ഈ ഹായും കൂടി നീട്ടിപ്പോവും. ഫീഹി. ഹാ എന്തിനാ നീട്ടുന്നേ? ഹായിന് കെസറേ ഉള്ളൂ, ഫായിനെയാണ് നീട്ടേണ്ടത്. കാരണം മദ്ദിന്റെ യാ വന്നിട്ടുള്ളതിന്റെ പേരിൽ. അപ്പൊ നീട്ടേണ്ടത് മാത്രം നീട്ടുക, നീട്ടാൻ പാടില്ലാത്തത് നീട്ടാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അരിനീ, ഹംസ ഫത്ഹ് ആ, റാ കസർ രി, അരി. നൂൻ, യാ, കസർ, നീ. അരിനീ. കിതാബി, കാഫ് കസർ കി. താ, അലിഫ് ഫത്ഹ് താ, കിതാ, മദ്ദിന്റെ അലിഫ്. ബാ, യാ, കസർ ബി, കിതാബി. ഉജീബു, ഹംസ ലമ്മ് ഉ. ജീം, യാ, കസ്ർ, ജി, ഉജീ. ബ, ലമ്മ് ബു, ഉജീബു, ഉജീബു. യുവാരി, യുവാരി. യാ, ലമ്മ് യു. വാവ്, അലിഫ് ഫത്ഹ് വാ, മദ്ദിന്റെ അലിഫ്. വാ, യുവാ. റാ, യാ, കസ്ർ, രീ, യുവാരി. മഫാത്തീഹു, എങ്ങനെയാണ്? മഫാത്തീഹു. മദ്ദിന്റെ അലിഫും ഉണ്ട്, മദ്ദിന്റെ യാവും ഉണ്ട്.
മീം ഫത്ഹ് മ, ഫ അലിഫ് ഫത്ഹ് ഫ, മഫ, താ യാ കസർ തീ, മഫാതീ, ഹ ലം ഹു, മഫാതീഹു. റാസിഖീന, ഇങ്ങനെയാണ് റാസിഖീന. റ അലിഫ് ഫത്ഹ് റ, സ കസർ സി, റാസി, ഖാഫ് യാ കസർ ഖീ, റാസിഖീ. നൂൻ ഫത്ഹ് ന, റാസിഖീന. അദാബി, അദാബി, ഇത് ദാലാണ്, ദാലല്ല. ഐൻ ഫത്ഹ് അ, ദാൽ അലിഫ് ഫത്ഹ് ദാ, അദാ, ബാ യാ കസർ ബി, അദാബി. ഇതിന്റെ മദ്ദിന്റെ അലിഫ് ഉണ്ട്, മദ്ദിന്റെ യാവും ഉണ്ട്. ഓക്കെ, അപ്പൊ മദ്ദിന്റെ യാ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്ദിന്റെ അലിഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്നത് ടാർഗറ്റ് റമദാൻ ഒരു രീതിയിൽ വരുന്ന റമദാനില് അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് വായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ അവസാന വാക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. തജ്വീദിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഈ ടാർഗറ്റ് റമദാനിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തജ്വീദിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ വേറെയുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കണം. അത് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ വേണം, നിങ്ങളുടെ നോക്കാനായിട്ട് ആളുകൾ വേണം എന്നുണ്ടെങ്കിൽ ബാബുൽ ഇൽമിന്റെ തന്നെ 6 മന്ത് തജ്വീദിന്റെ കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ പേര്, വയസ്സ്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മദ്ദിന്റെ യാ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു ടാർഗറ്റ് റമദാൻ സീരീസ് ഏകദേശം തീരാറായിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട്, നിങ്ങൾക്കിത് പ്രയോജനപ്പെടാനായിട്ട്. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കുടുംബക്കാർ, അവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജാരിയായ സ്വതക്കയാണ് ഇതേപോലുള്ള വീഡിയോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചിലപ്പോൾ 2-3 വീഡിയോസ് ഒക്കെ മിസ്സായി, നമ്മൾ ചിലപ്പോൾ വേറെ ഹാലായി പോയിരിക്കാം. പക്ഷെ നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തതിന്റെ പേരിൽ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഞാനിതൊരു ജാരിയായ സ്വതക്കയാണെന്ന് പറഞ്ഞത്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.